Dear students, today we are discussing some notable MCQs from biodiversity and conservation. Okay, first question. Diversity of genes within a species is genetic diversity, species diversity, ecological diversity, ecosystem diversity. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ബയോഡൈവേഴ്സിറ്റി മീൻസ് ടോട്ടൽ നമ്പർ ഓഫ് ഓർഗാനിസംസ് പ്രസൻറ്റ് ഓൺ എർത്ത്. ടോട്ടൽ നമ്പർ ഓഫ് ഓർഗാനിസംസ്, അതിനെയാണ് ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യം എന്ന് പറയുന്നത്. ദ ടേം ബയോഡൈവേഴ്സിറ്റി വാസ് പോപ്പുലറൈസ്ഡ് ബൈ എഡ്വേർഡ് വിൽസൺ. അപ്പോൾ എഡ്വേർഡ് വിൽസൺ എന്ന സയൻറ്റിസ്റ്റാണ് ഈ ടേം പോപ്പുലറൈസ് ചെയ്തത്. അപ്പോൾ ഈ ബയോഡൈവേഴ്സിറ്റി പല ലെവൽസ് ഉണ്ട്. പ്രധാനമായിട്ടുള്ള ലെവൽസാണ് ജനറ്റിക് ഡൈവേഴ്സിറ്റി, സ്പീഷീസ് ഡൈവേഴ്സിറ്റി, ഇക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി. അത് 3 ലെവൽസാണ്: ജനറ്റിക് ഡൈവേഴ്സിറ്റി, സ്പീഷീസ് ഡൈവേഴ്സിറ്റി, ഇക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി. ഈ 3നെയും കൂടെ ചേർത്ത് പറയുന്നതാണ് ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഡൈവേഴ്സിറ്റി ഓഫ് ജീൻസ് വിത്തിൻ എ സ്പീഷീസ്. അപ്പോൾ ഡൈവേഴ്സിറ്റി ഓഫ് ജീൻസ് വിത്തിൻ എ സ്പീഷീസ് എന്ന് പറയുന്നത് ജനറ്റിക് ഡൈവേഴ്സിറ്റിയാണ്. അതായത് ഒരു സ്പീഷീസ്, ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ ഹിമാലയൻ റീജിയനിൽ കാണുന്ന ഒരു പ്ലാന്റാണ് റാവോൾഫിയ ഒമിറ്റോറിയ. റാവോൾഫിയ ഒമിറ്റോറിയ അതിൽ നിന്ന് കിട്ടുന്ന കെമിക്കലാണ് റസർപ്പയൻ. അപ്പോൾ അതിൻ്റെ കോൺസെൻട്രേഷനും അതുപോലെ പൊട്ടൻഷ്യലും, അതായത് ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ പല റീജിയനിൽ നിന്ന് കിട്ടുന്നതിന് പലതായിരിക്കും. അപ്പോൾ ഒരു സ്പീഷീസാണ്, അതിൻ്റെ പ്രോഡക്റ്റാണ് റസർപ്പൈൻ, പക്ഷേ അതിൻ്റെ ക്വാണ്ടിറ്റിയും അതായത് കോൺസെൻട്രേഷനും അതിൽ പൊട്ടൻഷ്യയൊക്കെ വേരി ചെയ്യുന്നു. ഇതാണ് ഈ ജനറ്റിക് ഡൈവേഴ്സിറ്റിക്ക് എക്സാമ്പിൾ. സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഡൈവേഴ്സിറ്റി ഓഫ് സ്പീഷീസ് വിത്തിൻ എ റീജിയൻ. ആ ഒരു റീജിയനിലുള്ള സ്പീഷീസിൻ്റെ ഡൈവേഴ്സിറ്റിക്കാണ് നമ്മൾ സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അതേസമയം ഡൈവേഴ്സിറ്റി അറ്റ് ഇക്കോസിസ്റ്റം ലെവൽ, അതിനെയാണ് ഇക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 3ഉം കൂടെ ചേർന്നാണ് ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി. ഇവിടെ ആൻസർ ജനറ്റിക് ഡൈവേഴ്സിറ്റി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്, ദി വാല്യൂ ഓഫ് റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഫോർ എ ഹോൾ കോണ്ടിനെൻറ്റ് വുഡ് ബി. അതായത് ഇവിടെ ഏരിയക്കനുസരിച്ച്, ഏരിയ കൂടും തോറും സ്പീഷീസ് റിച്ച്നെസ് കൂടും ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ്. ഈ കൺസെപ്റ്റ് കൊണ്ടുവന്നത് അലക്സാണ്ടർ ഓൺ ഹംബോൾട്ട് എന്ന സയൻറ്റിസ്റ്റാണ്. അലക്സാണ്ടർ ഓൺ ഹംബോൾട്ട്, സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്. ഓക്കെ, അപ്പോൾ അതിൽ ആ ഗ്രാഫിൽ ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. എക്സ് ആക്സിസിലാണെങ്കിൽ ഏരിയയാണ് വരുന്നത്, വൈ ആക്സിസിൽ സ്പീഷീസ് റിച്ച്നെസ്. അപ്പോൾ ഈ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ അരിത്തമെറ്റിക് സ്കെയിലാണെങ്കിൽ ഇവിടുത്തെ ആ ഗ്രാഫ് വരുന്നത് ഒരു റെക്റ്റാങ്കുലർ ഹൈപ്പർബോളയായിരിക്കും, റെക്റ്റാങ്കുലർ ഹൈപ്പർബോള. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് S ഈസ് ഈക്വൽ ടു CA⁻Z എന്നാണ്. അതായത് എസ് എന്ന് പറയുന്നത് സ്പീഷീസ്, സി എന്ന് പറയുന്നൊരു കോൺസ്റ്റൻ്റാണ്, വൈ ഇൻ്റർസെപ്റ്റ്, എ എന്ന് പറയുന്നത് ഏരിയ, ഈ ഇസഡ് എന്ന് പറയുന്നതാണ് റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ്. ഇതിന് ലോഗരിതമിക് സ്കെയിലാണെങ്കിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ലോഗ് എസ് ഈസ് ഈക്വൽ ടു ലോഗ് സി പ്ലസ് ഇസഡ് ലോഗ് എ ആണ്. അപ്പോൾ ലോഗരിതമിക് സ്കെയിലിൽ അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ലോഗ് എസ് ഈസ് ഈക്വൽ ടു ലോഗ് സി പ്ലസ് ഇസഡ് ലോഗ് എ എന്നും, അതേസമയം അരിത്തമെറ്റിക് സ്കെയിലിൽ അതായത് എസ് ഈസ് ഈക്വൽ ടു CA⁻Z എന്നാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഒരു ഹോൾ കോണ്ടിനെൻറ്റിൽ ഈ
ഇസഡിൻ്റെ വാല്യൂ, ഇസഡ് വാല്യൂ എന്ന് പറയും റിഗ്രഷൻ കോയിഫിഷ്യൻ. അപ്പോൾ റിഗ്രഷൻ കോയിഫിഷ്യൻ്റാണ് നമ്മൾ ഇസഡ് ലൈൻ എന്ന് പറയുന്നത്. അതിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോർമൽ കേസിൽ അത് ഇറസ്പെക്റ്റീവ് ഓഫ് എന്താണ് റീജിയൻ അതുപോലെ തന്നെ സ്പീഷീസ്, ഇതിൻ്റെ ഇസഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0.1 to 0.2 ആണ് നോർമലി ഇസഡ് വാല്യൂ. അതേസമയം ഒരു ഹോൾ കോണ്ടിനെൻ്റ് എടുക്കുമ്പോൾ അതിൻ്റെ വാല്യൂ 0.6 to 1.2 ആണ്. ഇനി ഈ ഫ്രൂഗിവോറസ് ബേർഡ്സ് അതുപോലെ തന്നെ മാമൽസ് ഓഫ് ഡിഫറെൻറ്റ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ്, പല കോണ്ടിനെൻറ്റിലെ ട്രോപ്പിക്കൽ ഫോറസ്റ്റിലുള്ള ഫ്രൂഗിവോറസ് ബേർഡ്സ് അതുപോലെ മാമൽസ്, അതിൻ്റെ ഇസഡ് വാല്യൂ എന്ന് പറയുന്നത് 1.15 ആണ്. അപ്പോൾ നോർമൽ കേസിലാണെങ്കിൽ നോർമലി ഇസഡ് വാല്യൂ എന്ന് പറയുന്നത് ബിറ്റ്വീൻ 0.1 to 0.2, ഇതുപോലെ ഹോൾ കോണ്ടിനെൻ്റ് എടുത്തു കഴിഞ്ഞാൽ 0.6 to 1.2. അതേസമയം ഫ്രൂഗിവോറസ് അത് വലിയൊരു ഏരിയയിൽ പല കോണ്ടിനെൻറ്റിലെ എന്താണ് ട്രോപ്പിക്കൽ ഫോറസ്റ്റിലെ ഫ്രൂഗിവോറസ് മാമൽസിൻ്റെയും ബേർഡ്സിൻ്റെയും കേസിൽ എന്താണ് വാല്യൂ 1.15 ആകാം. അപ്പോൾ ഇവിടെ ആൻസർ സി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ഗിവൺ ഫിഗർ റെപ്രസെൻറ്റ്സ് ദി ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഓഫ് വെർട്ടിബ്രേറ്റ്സ്. ചൂസ് ദി കറക്റ്റ്ലി മാച്ച്ഡ് ഓപ്ഷൻ. അപ്പോൾ ഇതിൽ നമ്മുടെ ആൻസർ വരുന്നത് ബി ഓപ്ഷനാണ്. അതായത് ഇത് മാമൽസാണ്, ബേർഡ്സ്, റെപ്റ്റൈൽസ്, ആംഫീബിയൻസ്, ഫിഷസ്. ഇതാണ് ആ ബയോഡൈവേഴ്സിറ്റിയുടെ ആ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്ന ഓർഡർ. അപ്പോൾ മാമൽസ്, ബേർഡ്സ്, റെപ്റ്റൈൽസ്, ആംഫീബിയൻസ്, ഫിഷസ്. അപ്പോൾ ബി ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ് ഈസ്. അപ്പോൾ ദി കോസസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ് അത് നമ്മൾ പറയുന്നതാണ് ദി ഈവിൾ ക്വാഡ്രന്റ് എന്ന് വിളിക്കും. ദി ഈവിൾ ക്വാഡ്രന്റ് അത് 4 കോസസ് ആണ് പ്രധാനമായിട്ട് വരുന്നത്. അതിൽ ഒന്നാമത്തത് ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ. ഇതാണ് മെയിൻ കോസ്. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി ലോസിനുള്ള പ്രധാനപ്പെട്ട കാരണം ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ. അതായത് ഒരിക്കൽ 14% ഉണ്ടായിരുന്ന ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഇപ്പോൾ വെറും 6% ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ആമസോൺ റെയിൻ ഫോറസ്റ്റ്, അത് ലങ്സ് ഓഫ് ദി പ്ലാനറ്റ് എന്നാണ് പറയുന്നത്. അത് കട്ട് ആൻഡ് ക്ലിയർഡ് ഫോർ എന്തിനു വേണ്ടി? കൾട്ടിവേറ്റിംഗ് സോയാബീൻ കൃഷി ചെയ്യാനും മൃഗങ്ങളെ ആ കാറ്റിൽസിനെ ഫീഡിങ്ങിന് വേണ്ടിയിട്ടും അത് ഗ്രാസ് ലാൻഡായിട്ട് അത് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഈ ട്രോപ്പിക്കൽ ആമസോൺ റെയിൻ ഫോറസ്റ്റ് കട്ട് ചെയ്തു, അതിൻ്റെ ഏരിയ കുറഞ്ഞു. അതുപോലെ ടോട്ടലി 14% 6% ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതാണ് ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റ് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തേത് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, അതായത് പാസഞ്ചർ പിജിയണും അതുപോലെ തന്നെ സ്റ്റെല്ലെ സീ കവും ഒക്കെ വിത്തിൻ 500 years കൊണ്ട് ഓവറായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്തത് വഴി എക്സ്റ്റിങ്ക്റ്റ് ആയതാണ്. അതാണ് രണ്ടാമത്തത്. പിന്നെ ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ, അതായത് വിക്ടോറിയ ലാക്കിലെ നൈൽ പർച്ചിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക വഴി അവിടെ ഉണ്ടായിരുന്ന 200 സ്പീഷീസ് ഓഫ് സിക്ലിഡ് ഫിഷസ് എക്സ്റ്റിങ്ക്റ്റ് ആയി. അതുപോലെ തന്നെ ലെൻഡാന, ഐക്കോർണിയ, അതുപോലെ പാർത്തീനിയം ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക വഴി എൻവയോൺമെൻറ്റൽ ഡാമേജ് ഉണ്ടായി. അതുപോലെ ക്ലാരിയാസ് ഗ്യാരിപ്പീനസ് അതിനെ അക്വാകൾച്ചർ പർപ്പസിന് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അവിടെ ഉണ്ടായ ഇൻഡിജീനിയസ് ആയിട്ടുള്ള കാറ്റ് ഫിഷസ് എക്സ്റ്റിങ്ക്റ്റ് ആയി. ഇതാണ് ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ വഴി ബയോഡൈവേഴ്സിറ്റി ലോസ് ഉണ്ടാക്കുന്നത്. പിന്നെ ലാസ്റ്റാണ് കോ എക്സ്റ്റിങ്ക്ഷൻ, അതായത് ഒന്ന് നശിക്കുമ്പോൾ അതിൻ്റെ കൂടെ മറ്റൊന്ന് നശിക്കും. ഇപ്പോൾ ഹോസ്റ്റ് നശിച്ചാൽ പാരസൈറ്റ്, പ്ലാന്റ് നശിച്ചാൽ അതിൻ്റെ പോളിനേറ്റർ. ഇതാണ് കോ എക്സ്റ്റിങ്ക്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് 4 ദി ഈവിൾ ക്വാഡ്രന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ്, ദാറ്റ് ഈസ് ഏതാണ്? ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ.
അപ്പോൾ ഈ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് എന്ന് വച്ചാൽ എന്താണ് സ്പീഷീസ് റിച്ച്നെസ് ഹൈ ആയിട്ടുള്ള ഏരിയയ്ക്കാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത്. ഓൺ ഗ്ലോബൽ ബേസിസ് മെയിൻലി 34 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? ഒന്ന്, ഹൈ ലെവൽസ് ഓഫ് സ്പീഷീസ് റിച്ച്നെസ് ഉണ്ടായിരിക്കും. രണ്ടാമത്തത് ഹൈ ഡിഗ്രി ഓഫ് എൻഡമിസം. അപ്പോൾ ഹൈ ഡിഗ്രി ഓഫ് എൻഡമിസം എന്ന് പറയുമ്പോൾ ആ പർട്ടിക്കുലർ ഓർഗാനിസം അവിടെ മാത്രമേ കാണുകയുള്ളൂ, വേറെ ഒരിടത്തും കാണില്ല. അതിനെയാണ് നമ്മൾ എൻഡമിസം എന്ന് പറയുന്നത്. പിന്നെ റീജിയൻസ് ഓഫ് ആക്സിലറേറ്റഡ് ഹാബിറ്റാറ്റ് ലോസ്. അപ്പോൾ ഈ 3 ഫീച്ചേഴ്സും ആർക്കുണ്ട്? ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടിനുണ്ട്. ഇതിൽ ഫസ്റ്റ് 2 എല്ലാവരും പറയുന്നത്. പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ ഈ 3ാമത്തെ പോയിന്റ് കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൻസർ ഡി ഓപ്ഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ഓർ ആർ ട്രൂ? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, സാക്രഡ് ഗ്രോവ്സ് ആർ ട്രഡീഷണലി പ്രൊട്ടക്റ്റഡ് ബയോഡൈവേഴ്സിറ്റി ഏരിയാസ്. അപ്പോൾ സാക്രഡ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറയുന്ന ഈ കാവുകൾ അല്ലേ, അതായത് റിലീജിയസ് ബിലീഫ്സുമായിട്ട് മതവിശ്വാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൺസെപ്റ്റാണ് കാവുകൾക്കുള്ളത്. അപ്പോൾ അത് ഇക്കോളജിക്കലി പ്രൊട്ടക്റ്റഡ് ഏരിയാസാണ്. അപ്പോൾ അത് കറക്റ്റായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. രണ്ടാമത്തത്, ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് കവർ ലെസ് ദാൻ 2% ഓഫ് എർത്ത് ലാൻഡ് ഏരിയ. അതായത് ടോട്ടൽ 34 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ഉണ്ട്, പക്ഷേ ലാൻഡ് ഏരിയയുടെ വെറും 2% മാത്രമേ അത് വരുന്നുള്ളൂ. അതും കറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. അതുപോലെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, 3 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് കവർ ഇന്ത്യാസ് എക്സെപ്ഷണലി ഹൈ ബയോഡൈവേഴ്സിറ്റി റീജിയൻസ്. അതായത് ടോട്ടൽ 34 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ഉണ്ട്. അതിൽ 3 എന്താണ്? ഈ 3 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകൾ ഇന്ത്യയുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്നതാണ്. അതായത് ഒന്ന്, വെസ്റ്റേൺ ഗാട്സ് ആൻഡ് ശ്രീലങ്ക, ഇൻഡോ ബർമ ആൻഡ് ഹിമാലയ. അതായത് വെസ്റ്റേൺ ഗാട്സ് ആൻഡ് ശ്രീലങ്ക, ഇൻഡോ ബർമ, ദെൻ ഹിമാലയ. ഈ 3 റീജിയൻസ്, ഈ 3 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സിൻ്റെയും കുറേ ഏരിയ അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ട് ലിങ്ക്ഡ് ആണ്. അപ്പോൾ പ്രധാനമായിട്ട് വരുന്ന 34-ൽ 3 ഇന്ത്യയുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതും സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അടുത്തത്, ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് കുഡ് റെഡ്യൂസ് ദി ഓൺഗോയിങ് മാസ് എക്സ്റ്റിങ്ഷൻ ബൈ ആൾമോസ്റ്റ് 30%. അപ്പോൾ ഈ വെറും 2% ലാൻഡ് ഏരിയ വരുന്ന ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്താണ്? 30% മാസ് എക്സ്റ്റിങ്ഷനെ എന്ത് ചെയ്യുന്നുണ്ട്? തടയുന്നുണ്ട്. അതും കറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 4 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ ആൻസർ 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദി ഫോളോയിങ് ആൻഡ് സെലക്ട് ദി കറക്റ്റ് ഓപ്ഷൻ. അതിൽ കോളം 1 എല്ലാം സയൻറ്റിസ്റ്റുകളുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. അവരുടെ കോൺട്രിബ്യൂഷൻ കോളം 2. അപ്പോൾ ഒന്നാമത്തത് പോൾ എൽഡ്രിച്ചിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? ദി റിവറ്റ് പോപ്പർ ഹൈപ്പോത്തീസിസ്. അപ്പോൾ 4th ആണ്. അടുത്തത് ഡേവിഡ് ടിൽമാൻ്റെ കോൺട്രിബ്യൂഷൻ, ഇൻക്രീസ്ഡ് ഡൈവേഴ്സിറ്റി കോൺട്രിബ്യൂട്ടഡ് ടു ഹയർ പ്രൊഡക്ടിവിറ്റി. അപ്പോൾ 1. അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ഓപ്ഷൻ, അതായത് വിത്തിൻ എ റീജിയൻ സ്പീഷീസ് റിച്ച്നെസ് ഇൻക്രീസ്ഡ് വിത്ത് ഇൻക്രീസിങ് എക്സ്പ്ലോർഡ് ഏരിയ. 2. റോബർട്ട് മേ കോൺട്രിബ്യൂഷൻ എന്താണ്? പ്ലേസസ് ഗ്ലോബൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി അറ്റ് അബൌട്ട് 7 million. അപ്പോൾ 3. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് സി ഓപ്ഷനാണ്. അതായത് എ, അതായത് പോൾ എൽഡ്രിച്ച്.
അതിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? ദി റിവറ്റ് പോപ്പർ ഹൈപ്പോത്തീസിസ്. എന്താണ് റിവറ്റ് പോപ്പർ ഹൈപ്പോത്തീസിസ്? അതായത് റിവറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ അതിൻ്റെ മീനിങ് എന്താണ്? മെറ്റൽ പിൻ അല്ലെങ്കിൽ സ്ക്രൂ, ആണിയാണ് അതിൻ്റെ മീനിങ്. പക്ഷേ ഇവിടുത്തെ മീനിങ് സ്പീഷീസാണ്. അതായത് ഒരു ഫ്ലൈറ്റ്, ആ ഫ്ലൈറ്റ് ഇങ്ങനെ പറക്കുകയാണ്. അത് പറക്കുന്ന സമയത്ത് അതിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ ഒരാൾ അതിൻ്റെ ഒരു സ്ക്രൂ ഇളക്കിയെടുക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു സ്ക്രൂ ഇളക്കി എന്ന് പറഞ്ഞിട്ട് ആ വിമാനത്തിന് യാതൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ ഇത് കണ്ട് അതിൽ ഓരോ ആൾക്കാർ ഓരോരോ സ്ക്രൂ ഇളക്കി എടുത്തു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ആ വിമാനം താഴെ വീണ് അത് നശിച്ചു പോകും, അല്ലേ? അതേപോലെ ഒരു വിമാനം എന്തായിട്ട് കണക്കാക്കുന്നു? ഒരു ബയോഡൈവേഴ്സിറ്റി ആയിട്ട് കണക്കാക്കുന്നു. അതിൽ ഓരോ സ്ക്രൂവിനെയും ഓരോ സ്പീഷീസായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, അതായത് കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സ്പീഷീസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ബയോഡൈവേഴ്സിറ്റിയും നഷ്ടപ്പെടും. ഇതാണ് റിവറ്റ് പോപ്പർ ഹൈപ്പോത്തീസിസ് എന്ന് പറയുന്നത്. പോപ്പിംഗ് മീൻസ് എന്താണ്? ഊരിയെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ രണ്ടാമത്തത് ഡേവിഡ് ടിൽമാൻ കോൺട്രിബ്യൂഷൻ എന്താണ്? ഇൻക്രീസ്ഡ് ഡൈവേഴ്സിറ്റി കോൺട്രിബ്യൂട്ടഡ് ടു ഹയർ പ്രൊഡക്ടിവിറ്റി. അതായത് ലോങ് ടേം ഇക്കോസിസ്റ്റം എക്സ്പെരിമെൻറ്റ്സ് യൂസിങ് ഔട്ട്ഡോർ പ്ലോട്ട്സ് അത് വച്ചിട്ടാണ്. അതായത് സ്പീഷീസ് റിച്ച്നെസ് കൂടും തോറും പ്രൊഡക്ടിവിറ്റിയും കൂടും എന്നുള്ളതാണ് ഡേവിഡ് ടിൽമാൻ്റെ എക്സ്പെരിമെൻറ്റിൽ നിന്ന് കിട്ടിയ റിസൾട്ട്. അതാണ് അത് പറയുന്നത്. അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു, സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്, ഏരിയ കൂടുന്തോറും സ്പീഷീസ് റിച്ച്നെസ് കൂടും. ഓക്കെ, അതും മാച്ച് ചെയ്ത് വരും. അടുത്തത് റോബർട്ട് മേ, അതായത് സ്പീഷീസിൻ്റെ നമ്പർ, ഏകദേശം 7 മില്യൺ സ്പീഷീസ്, അതായത് ഗ്ലോബൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഏകദേശം എത്ര വരുമെന്നാണ് പറയുന്നത്? 7 മില്യൺ. ഓക്കെ, അപ്പോൾ ആൻസർ സി ചോയ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സാമ്പിൾസ് ഓഫ് എക്സിറ്റീവ് കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി. എക്സിറ്റീവ് എന്ന് പറയുമ്പോൾ ഓഫ്സൈറ്റ്, അതായത് നമ്മൾ വേറൊരിടത്ത് കൊണ്ടുപോയിട്ട് അതിനെ കൺസർവ് ചെയ്യുക, അതാണ് ഓഫ്സൈറ്റ് കൺസർവേഷൻ. അതിനെയാണ് എക്സിറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്നതാണ് വൈൽഡ് ലൈഫ് സഫാരി പാർക്സ്, ഇക്കോളജിക്കൽ പാർക്സ്, ബൊട്ടാണിക്കൽ ഗാർഡൻസ്, ക്രയോ പ്രിസർവേഷൻ. ഇത് കൂടാതെ വരുന്നതാണ് സീഡ് ബാങ്ക്സ് ഉണ്ട്. അതുപോലെ തന്നെ ടിഷ്യൂ കൾച്ചർ, അതുപോലെ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. ഇങ്ങനെ 7 ടൈപ്സ് ആണ് എക്സിറ്റീവ് കൺസർവേഷനകത്ത്. അതായത് 7 മെത്തേഡ്സ്, അതായത് വൈൽഡ് ലൈഫ് സഫാരി പാർക്സ്, സുവോളജിക്കൽ പാർക്സ്, ബൊട്ടാണിക്കൽ ഗാർഡൻസ്, ക്രയോ പ്രിസർവേഷൻ, ഒപ്പം സീഡ് ബാങ്ക്സ് വരും, ടിഷ്യൂ കൾച്ചർ വരും, ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എ ആണ്. ഓക്കെ, ഇപ്പോൾ ഈ 4 പ്ലസ് സീഡ് ബാങ്ക്സ്, ടിഷ്യൂ കൾച്ചർ, ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി പെർസെൻറ്റേജ് ഓഫ് ഇന്ത്യാസ് ഗ്ലോബൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി. അപ്പോൾ ടോട്ടൽ ലാൻഡ് ഏരിയയുടെ 2.4% ഇന്ത്യ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ടോട്ടൽ ലാൻഡ് ഏരിയയുടെ 2% ഇന്ത്യ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ 2.4% ലാൻഡ് ഏരിയ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഗ്ലോബൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റിയുടെ 8.1% ഇന്ത്യ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ലാൻഡ് ഏരിയ വെറും 2.4% ഉള്ളൂ. പക്ഷേ സ്പീഷീസ് ഡൈവേഴ്സിറ്റി കോൺട്രിബ്യൂഷൻ എത്രയാണ്? 8.1. അതിനർത്ഥം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു റിച്ചസ്റ്റ് ബയോഡൈവേഴ്സിറ്റി കൺട്രി എന്നുകൂടെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പിക്ക് ദി ഓഡ് വൺ ഔട്ട്. അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്ന ബാലി, കാസ്പിയൻ, ജാവൻ, അതുപോലെ ഡോഡോ എന്ന് പറയുന്നത് ഒരു ഫ്ലൈറ്റ്ലെസ് ബേർഡ് ഓഫ് മൗറീഷ്യസ് ആണ്. അപ്പോൾ മൗറീഷ്യസിലുള്ള ഒരു ഫ്ലൈറ്റ്ലെസ് ബേർഡാണ് ഡോഡോ. പക്ഷെ അത് എക്സ്റ്റിങ്ക്റ്റ് ആണ്. ബാക്കി 3 എന്താണ്? ബാലി, ജാവൻ ആൻഡ് കാസ്പിയൻ എന്ന് പറയുന്നത് സബ് സ്പീഷീസ് ഓഫ്
ടൈഗറാണ്, സബ് സ്പീഷീസ് ഓഫ് ടൈഗർ. അപ്പോൾ ഇവിടെ ഓഡ് മാൻ എന്ന് പറയുന്നത് ഡോഡോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി വേൾഡ് സമ്മിറ്റ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഹെൽഡ് ഇൻ എ എന്ന് പറഞ്ഞിരിക്കുന്നു പ്ലഡ്ജ്ഡ് ദി കമ്മിറ്റ്മെൻറ്റ് ടു അച്ചീവ് ബി ബൈ 2010. അപ്പോൾ ഇതിൻ്റെ ആൻസർ ബി ഓപ്ഷനാണ്. അതായത് ജോഹന്നാസ്ബർഗ് അവിടെ വച്ചിട്ടാണ് ഈ വേൾഡ് സമ്മിറ്റ് നടക്കുന്നത് 2012. അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് ബി എന്നാണ്, റിഡക്ഷൻ ഇൻ ദി കറണ്ട് റേറ്റ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ് അറ്റ് ഗ്ലോബൽ, റീജിയണൽ ആൻഡ് ലോക്കൽ ലെവൽ ബൈ 2010. അത് 2010 കൂടി ലോക്കലായിട്ടും റീജിയണലായിട്ടും ഗ്ലോബലായിട്ടും ബയോഡൈവേഴ്സിറ്റി ലോസ് കുറച്ച് കൊണ്ടുവരിക. ഇതാണ് ജോഹന്നാസ്ബർഗിൽ 2002 നടന്ന വേൾഡ് സമ്മിറ്റിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആൻസറാണ്. ഇനി അതേപോലെ റിയോ ഡി ജനീറോയിൽ 1992 നടന്ന സമ്മിറ്റ്, അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് സസ്റ്റൈനബിൾ യൂട്ടിലൈസേഷൻ ഓഫ് ഇറ്റ് ബെനിഫിറ്റ്, സസ്റ്റൈനബിൾ യൂട്ടിലൈസേഷൻ ഓഫ് ഇറ്റ്സ് ബെനിഫിറ്റ്. അപ്പോൾ ഇതും കറക്റ്റായൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇൻവാസീവ് ഏലിയൻ സ്പീഷീസ് ഇൻ ദി ഇന്ത്യൻ കോൺടെക്സ്റ്റ്? അതായത് നമ്മുടെ നേരത്തെ തന്നെ ദി ഈബിൾ കോട്ടഡ് അതിൽ വരുന്ന ഒരു കാറ്റഗറിയാണ് ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ എന്ന് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട 3 ഓർഗാനിസംസ്, അതായത് 3 പ്ലാന്റ്സ് ആണ്. ഏതൊക്കെയാണ്? ലെൻഡാന, പാർത്തീനിയം, അതുപോലെ തന്നെ ഐക്കോർണിയ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ലെൻഡാന, പാർത്തീനിയം, ഐക്കോർണിയ. അത് കോമലൈന അതിനകത്ത് വരുന്നതല്ല. ഓക്കെ, അപ്പോൾ കോമലൈന നമ്മൾ ഈ വർഷം തന്നെ ആദ്യത്തെ ചാപ്റ്ററിൽ വന്നിട്ടുണ്ട്. അതായത് ഈ കാസ്മോഗാമസും അതുപോലെ ക്ലീസ്റ്റോഗാമസ് 2 തരത്തിലുള്ള ഓപ്പൺ ചെയ്യുന്നു ഓപ്പൺ ചെയ്യാത്ത ഫ്ലവേഴ്സ് കാണുന്ന പ്ലാന്റ്സ്. ഏതൊക്കെയാണ്? കോമലൈന, അതുപോലെ വയോള, ഓക്സാലിസ്. ഈ 3 പ്ലാന്റുകളാണ് നമ്മളവിടെ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആൻസർ കോമലൈന. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാച്ച് ദി കോളം 1 and 2 ആൻഡ് ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ. കോളം 1 കൊടുത്തിരിക്കുന്ന ആമസോൺ റെയിൻ ഫോറസ്റ്റ് ആണ്. അപ്പോൾ ആമസോൺ റെയിൻ ഫോറസ്റ്റിൻ്റെ കോൺട്രിബ്യൂഷൻ എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ ടോട്ടൽ ഓക്സിജൻ പ്രൊഡക്ഷൻ്റെ 20% കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഈ ആമസോൺ റെയിൻ ഫോറസ്റ്റ് ആണ്. അതുകൊണ്ടാണ് അതിനെ ലങ്സ് ഓഫ് ദ പ്ലാനറ്റ് എന്ന് വിളിക്കുന്നത്. അതുപോലെ ലോകത്തെ ഏറ്റവും കൂടുതൽ ബയോഡൈവേഴ്സിറ്റി കാണുന്നത് അമേരിക്കൻ പാർട്ടായ ആമസോൺ റെയിൻ ഫോറസ്റ്റിലാണ് വരുന്നത്. ആമസോൺ റെയിൻ ഫോറസ്റ്റ്. ഓക്കെ, അപ്പോൾ അവിടുത്തെ സ്പീഷീസ് റിച്ച്നെസ് കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഡി ഓപ്ഷനാണ്. അതായത് ഇൻവെർട്ടിബ്രേറ്റ്സ്, അതായത് ആമസോൺ റെയിൻ ഫോറസ്റ്റിലെ ഇൻവെർട്ടിബ്രേറ്റ്സിൻ്റെ നമ്പർ 1,25,000 ആണ്. ഇൻവെർട്ടിബ്രേറ്റ്സ്. ദെൻ പ്ലാന്റ്സ്, അത് 40,000 ആണ്. പ്ലാന്റ്സ് 40,000. പിന്നെ ഫിഷസ് 3,000 ആണ്. ബേർഡ്സ് 1,300 ആണ്. ദെൻ ആംഫീബിയൻസ് അത് 427 ആണ്. ആംഫീബിയൻസും മാമൽസിൻ്റെ നമ്പർ അവിടെ കൊടുത്തിരിക്കുന്നത് 427 എന്നാണ്. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്? 4. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്പർ ഓഫ് ബയോസ്ഫിയർ റിസർവ്സ്, നാഷണൽ പാർക്സ് ആൻഡ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഇൻ ഇന്ത്യ. ഈ കൊടുത്തിരിക്കുന്നതെല്ലാം തന്നെ ഇൻസിറ്റു കൺസർവേഷനാണ്, അതായത് ഓൺസൈറ്റ് കൺസർവേഷനാണ്. അപ്പോൾ അത് ഇന്ത്യയിലുള്ള നമ്പറാണ് കൊടുത്തിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് അതിൻ്റെ ആൻസർ. അതായത് 14 ബയോസ്ഫിയർ റിസർവ്സും 90 നാഷണൽ പാർക്സും അതുപോലെ 448 വൈൽഡ് ലൈഫ് സാങ്ച്വറീസുമാണ് ഇന്ത്യയിലുള്ളത്. അപ്പോൾ ഇതെല്ലാം തന്നെ ഓൺ സൈറ്റ് ആണെന്ന് പറഞ്ഞു. ഈ ഓൺ സൈറ്റിൽ ഇതിനെ കൂടാതെ വരുന്നതാണ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ്.
അതുപോലെ സാക്രഡ് ഗ്രൂപ്പ്സ്. അപ്പോൾ ഓൺ സൈറ്റ് കൺസർവേഷൻസ് എന്തൊക്കെയാണ്? ഓൺ സൈറ്റ് എന്തൊക്കെയാണ്? ബയോസ്ഫിയർ റിസർവ്സ്, നാഷണൽ പാർക്സ്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, ഹോട്ട്സ്പോട്ട്സ് ആൻഡ് സാക്രഡ് ഗ്രൂപ്പ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ദി IUCN റെഡ് ലിസ്റ്റ് 2004, ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഓപ്ഷൻസ് അല്ല, സ്റ്റേറ്റ്മെൻറ്റ്സ്. 338 vertebrates are extinct. 359 invertebrates are extinct. 87 plants are extinct. Last 20 years have witnessed the disappearance of 27 species. ഈ 4 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അതായത് ഇതിൻ്റെ ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് 784 സ്പീഷീസ്. 784 സ്പീഷീസ് എക്സ്റ്റിങ്ക്റ്റ് ആയി. അതുപോലെ ലാസ്റ്റ് 20 years കൊണ്ട് ഇതാണ് 27 സ്പീഷീസാണ് എക്സ്റ്റിങ്ക്റ്റ് ആയത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എ ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ ഈ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ ഈ ചാപ്റ്റർ നമ്മൾ ടോട്ടലായിട്ട് 15 ക്വസ്റ്റ്യൻസ് ആണ്. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. അപ്പോൾ ഇതിനകത്ത് ഇനിയും ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അത് ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. അത് വായിച്ചിട്ട് ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ്, സമാനമായ ക്വസ്റ്റ്യൻസ് ഇഷ്ടംപോലെ അതിനകത്തുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് ഒരു സ്പെഷ്യൽ കെയർ എടുത്ത് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.